ഇറാന് നേരെ ഇസ്രായേൽ സംയുക്താക്രമണം മൂന്നാം ദിവസത്തേക്ക്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആശങ്ക തുടരുകയാണ്. അതിനിടെ ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മുഹമ്മദ് റാദിനെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. 31 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. 149 പേർക്ക് പരിക്കേറ്റെന്നും ലെബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധാബിച്ചു ചേരുന്നുണ്ട്. അജയ്, ഗൾഫ് മേഖല പൂർണ്ണമായും യുദ്ധഭീതിയിലാണ്. ഇറാന് നേരെയുള്ള ആക്രമണം മൂന്നാം ദിവസത്തേക്ക് നീങ്ങുമ്പോൾ ഇന്നത്തെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്? ഇറാൻ ഒരു രീതിയിലുള്ള ചർച്ചയ്ക്കും അമേരിക്കയുമായുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്തായാലും ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം, സംഘർഷം വീണ്ടും തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഉടൻ ഒരു സമവായത്തിനില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാനും യാതൊരുവിധ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ഇന്ന് രാവിലെ ആദ്യം വന്ന ഒരു പ്രതികരണം യുഎസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇപ്പോൾ നിലവിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3 അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവന് തങ്ങൾ പകരം ചോദിക്കും. അതുപോലെ തന്നെ ഇറാൻ പോലൊരു വലിയ രാജ്യത്ത് നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു 4 ആഴ്ചയോളം യുദ്ധം തുടരാൻ സാധ്യതയുള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലും കടുത്ത രീതിയിൽ തന്നെ ആക്രമണം തുടരും. അതുപോലെ തന്നെ ജനങ്ങൾ വെറുതെ ഇരിക്കരുത്. ഇറാനിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഈ അധികാരം പിടിച്ചെടുക്കാനായിട്ട് ശ്രമം നടത്തണം. അങ്ങനെ ഈ ഇറാന്റെ നിയന്ത്രണം അത് ജനങ്ങളുടെ കൈവശം ആക്കണം എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു.